ഇന്ന് നമുക്കൊരു യാത്ര പോവാം. തെങ്കാശിയിലേക്കൊരു യാത്ര. യൂട്യൂബിൽ ട്രാവൽ വ്ളോഗേഴ്സിൻ്റെയൊക്കെ വ്ളോഗൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തെങ്കാശിയിലേക്ക് പോയത്. അവർ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങളൊന്ന് കണ്ടു. പുഷ്പ സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു തിരുമലൈ കോവിൽ. അവിടേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. കോവിലിലേക്ക് എത്തിച്ചേരാൻ 2 വഴികളാണുള്ളത്. ആദ്യത്തേത് കുറേയധികം സ്റ്റെപ്പുകൾ കയറി കോവിലിന് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല പൊള്ളുന്ന വെയിലായതുകൊണ്ട് ആ വഴി വേണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കോവിലിന് മുന്നിൽ തന്നെ എത്തുന്ന രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു കോവിലിന് ചുറ്റും. ഒരു വൈകുന്നേര സമയത്തൊക്കെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നതെന്നുണ്ടെങ്കിൽ അന്തരീക്ഷവും ഒക്കെ നന്നായി ആസ്വദിക്കാൻ നമുക്ക് പറ്റും. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കോവിലിൽ. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അത്ര നന്നായി എടുക്കാൻ പറ്റിയിട്ടില്ല. കോവിലിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക്. ഇവിടെ നിന്നും തെങ്കാശിയിലെ ഏറ്റവും മനോഹര ഗ്രാമമായ മേക്കരയിലേക്കും അവിടെ നിന്നും അടവിനയന ഡാമും കുട്രാലം വെള്ളച്ചാട്ടവും ഒക്കെ കാണാനായി ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ കുട്ടി കുട്ടി വ്ളോഗുകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.